ചേച്ചി ഇപ്പോഴും മദ്യപിക്കാറുണ്ട്? വല്ലപ്പോഴും. ഫാമിലിയുടെ കൂടെ? എന്റെ കഴുത്തിൽ വേറൊരാൾ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും. എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയുടെ കല്യാണമാണ് മക്കളെ. കല്യാണം കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ, രേണുസുതിയുടെ പേരിന്റെ അറ്റത്തുള്ള ആ വാലുണ്ടല്ലോ, സുതി എന്നുള്ള വാല്, ആ വാലെടുത്ത് കളയുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും ഒക്കെ മറക്കരുത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരി പറഞ്ഞ ആ കാര്യത്തിന് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം പല കാര്യങ്ങളും അങ്ങനെ ആണെങ്കിൽ പുള്ളിക്കാരി മാറ്റണമല്ലോ. എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് പല ആൾക്കാരും വന്നിട്ട്, നിനക്ക് എന്താടാ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ, ഞങ്ങളുടെ ചേച്ചി എന്തിനാണ് നീ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന്. ഈ ചേച്ചി തന്നെയാണ് ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ചേച്ചി പല കാര്യങ്ങളും പറയുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളെ. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമല്ലേ പുള്ളിക്കാരി, എന്ത് തട്ടമിടുമെന്നും 95% അല്ലെങ്കിൽ 90% ഉറപ്പുള്ള കാര്യമാണെന്നും. എന്നിട്ട് പുള്ളിക്കാരി അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ ഒരു കളി കളിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞില്ലേ, അതായത് പുള്ളിക്കാരിക്ക് നെഗറ്റീവ് ഇമേജിലൂടെ മുമ്പോട്ട് പോകണം, വിജയിക്കണം. അതാണ് പുള്ളിക്കാരിയുടെ ലക്ഷ്യം. ഓക്കെ, പുള്ളിക്കാരി പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു. കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ മൂന്നാമതാണല്ല, അതാര് പറയുന്നു? ഞങ്ങൾ പറയുന്നോ? നാലാമതാണെന്നാണ് കരക്കമ്പി ഉള്ളത്. നിങ്ങളിപ്പോ പറയാ ഒന്നല്ല രണ്ടല്ല മൂന്ന്, മൂന്നെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണല്ലോ പറയുന്നതെന്ന്. 3 എല്ലാവർക്കും അറിയാവുന്നത്, 4 അവിടെ പൊങ്ങത്താനത്തുള്ളവരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കരക്കമ്പി. അപ്പം 4 എന്ന് നമ്മൾ പറയും, നിങ്ങൾ 3 എന്ന് പറയും. നിങ്ങൾ പറയുന്നത് 3 എന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാ. എങ്കിൽ നാട്ടുകാരല്ല പറഞ്ഞത്, അത് അറിഞ്ഞത് 3. 4 എന്ന് പറയുന്നത് അവിടെ ഒരു കരക്കമ്പിയായിട്ട് സംസാരമുള്ളതാണ് ഈ 4. അപ്പൊ ഇതിലേതാണെന്നുള്ളത് അടുത്ത ഒരു ഇതിലേലും ചേച്ചി ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ 3 എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി. മൂന്നാമതാണെങ്കിലും ഈ രേണു സുതി എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ അങ്ങനെ വിവാഹം കഴിച്ചാൽ? ട്രാപ്പിഡ്, സത്യമായിട്ടും ട്രാപ്പിഡാ. ഈ ഒരു ചോദ്യം വല്ലാത്തൊരു ട്രാപ്പിഡ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുതി എന്ന് പറയുന്ന ഒരു വാല് വെച്ചുകൊണ്ട് പുള്ളിക്കാരി ഇതുവരെ എത്തി. ഇനിയും വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വാലെടുത്ത് കളഞ്ഞല്ല പറ്റൂ. അവിടെ വേറൊരു സംഭവം കയറ്റി വെക്കണ്ടേ. അതിപ്പോ ഏതെങ്കിലും പിന്നെ മുസ്ലിം പേരാണെങ്കിൽ മുസ്ലിം പേര്, അല്ല എങ്കിൽ ക്രിസ്ത്യൻ പേരാണെങ്കിൽ ക്രിസ്ത്യൻ പേര്, ഹിന്ദു പേരാണെങ്കിൽ ഹിന്ദു പേര്, ഏതോ ഒരുത്തന്റെ പേര് അതിന്റെ കൂടെ ചേർത്ത് വെച്ചല്ല പറ്റൂ. ഈ സുതി എന്നുള്ള എടുത്ത് കളഞ്ഞല്ല പറ്റൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അത് ട്രാപ്പ് അല്ല കേട്ടോ. പുള്ളിക്കാരിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ എന്താ പറയാ, സുധിച്ചേന്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണു സുധി എന്നുള്ള പേര്. ഇന്നും ഞാൻ സുധിച്ചേന്റെ ഭാര്യയല്ലേ. ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇല്ലെന്നൊന്നും ആരും പറയണ്ട, അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭർത്താവ് എന്ന നിലയിലും ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണു എന്ന് പറയുന്നത്, ഈ രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ. നിങ്ങൾ കമന്റ് ഇടുന്ന പോലെ രേഷ്മ പി തങ്കച്ചൻ. ഓക്കെ, അപ്പം ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യയാകുമ്പോൾ രേണു സുധി തന്നെ. ഇനിയിപ്പൊ നാളെ വേറൊരാളുടെ ഭാര്യ ആകോ ഇല്ലോ തന്നെ ആയാൽ ആ പേരിന്റെ കൂട്ടത്തിൽ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റും. അതെ, പുള്ളിക്കാരി പറയുന്നു പേര് മാറ്റുമെന്ന്. ഇങ്ങനെ പോയാലേ ഈ പുള്ളിക്കാരി പേരൊന്നും മാറ്റാൻ നിൽക്കത്തില്ല. പുള്ളിക്കാരി ചിലപ്പോൾ ഈ വരുന്നവന്റെ പേര് ചിലപ്പോൾ സുധി നാക്കും. അതിനും പുള്ളിക്കാരി മടിക്കില്ല. അല്ലെങ്കിൽ സുധി എന്നുള്ള ഒരുത്തിനെ കെട്ടിയാൽ മതിയല്ലോ എന്നുള്ള കാര്യവും പുള്ളിക്കാരി പറയും. എന്നാൽ പുള്ളിക്കാരി ഇവിടെ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാറ്റിയേ പറ്റൂ. കാരണം സുധി എന്നുള്ള പേരല്ല, വേറെ പേരാണ്. അതുകൊണ്ട് പുള്ളിക്കാരി മാറ്റണം. അപ്പൊ എന്റെ ഒരു സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, അപ്പോ ഈ സ്പ്രേ ഒക്കെ എന്ത് ചെയ്യും? പിന്നെ സുധിയുടെ ആ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചുളുക്കം മാറാതെ സുധി എങ്ങനെയാണോ കൈമടക്കിയേക്കുന്നത് അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കുവാണെന്ന് പറയുന്നു. പിന്നെ ഈ പാന്റ് അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കുന്നെന്ന് പറയുന്നു. പിന്നെ ഈ സുധിയുടെ മണം സ്പ്രേ ആക്കി വെച്ചേക്കുന്നെന്ന് പറയുന്നു. ഇതൊക്കെ അപ്പൊ എന്ത് ചെയ്യും? അതാണ് ഒരു ചോദ്യം. ഇതെവിടെ വെക്കും? ഇതെവിടെ വെക്കും? അതും കൊണ്ടുപോകുമോ? അതൊരു സംശയം കേട്ടോ. ഇത് പ്രേക്ഷകരുടെ ഉള്ള ഒരു സംശയമാ. പിന്നെ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. എന്തായാലും നിങ്ങൾ വേറെ കെട്ടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കെട്ടണം. കെട്ടിയെങ്കിലും ഈ സുധി എന്നുള്ള ഇതങ്ങ് തീരുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കുന്നത് കാണാൻ വലിയ ആഗ്രഹം കേട്ടോ. ഓക്കെ, ബാക്കി. ആയാൽ ഇപ്പോഴും പറയാണ്, ഇന്നും ഞാൻ കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധി തന്നെയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ, എന്റെ കഴുത്തിൽ വേറൊരാൾ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും.
അതുവരെ മാറ്റത്തില്ല. അതുവരെ ആരൊക്കെ തലകുത്തി നിന്നാലും രേണുസുതി തന്നെയാണ്. ആരെങ്കിലും തലകുത്തി നിൽക്കുന്ന എന്തിനാ? ഞങ്ങൾക്ക് തലകുത്തി നിൽക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങൾ പേര് മാറ്റണമെന്നൊന്നുമില്ല. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ മാറ്റ്. നിങ്ങൾ എന്താ പറയാ, താലി കെട്ടിയാലോ മെഹറം തന്നാലോ അതോടൊപ്പം തന്നെ എന്താ പറയാ എങ്ങനെയൊക്കെ നടന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ പേര് മാറ്റുമെന്ന് പറഞ്ഞു. മാറ്റണം, മാറ്റിയേ പറ്റൂ. കാരണം കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ പലർക്കും അനുഗ്രഹീത കലാകാരനാണ്. നിങ്ങളും പറയുന്നുണ്ടല്ലോ അനുഗ്രഹീത കലാകാരൻ തന്നെയാണെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരും വെച്ചുകൊണ്ട് തിന്നതും കുടിച്ചതും ഒക്കെ മതി. അതുകൊണ്ട് തന്നെ വേറൊരു കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേരെടുത്ത് മാറ്റണം. അതിന്റെ കൂടെ ആ മറ്റേ സ്പ്രേയുടെ കാര്യം കൂടെ ഒന്ന് ഓർത്തോണം കേട്ടോ. ഓക്കെ, ഇനി ഈ പുള്ളിക്കാരി ആ തട്ടമിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. തട്ടമിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ തട്ട ഉടനെ ഇടാൻ പറ്റുമായിരിക്കും. സാധ്യത ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഉറപ്പിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് രേണുസുതി. അതാണ് രേണുസുതി. ഞാൻ എങ്ങും ഉറപ്പിച്ച് പറയത്തില്ല. ഞാൻ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ഉള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ തട്ടമിടും, തട്ടമിടാതിരിക്കും. ഓക്കെ, ഞാൻ താലി കെട്ടും, താലി കെട്ടാതിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാവണം, സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യണം, ഇത് പല ആൾക്കാരും കമന്റ് ഇടണം. അതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. എങ്ങനെ ഇവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മുന്നോട്ട് പോകണം ഇതുപോലും മനസ്സിലാക്കാതെ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ പേരുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരെ വെള്ളപൂശാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ ഇഷ്ടം പോലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ പുള്ളിക്കാരി പറഞ്ഞത് എന്തായിരുന്നു? 90% ഞാൻ തട്ടമിടുമെന്ന് പറഞ്ഞ ആളാ അല്ലേ. ഇപ്പൊ പറയുക ഞാൻ അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ആരാ പൊട്ടന്മാരായത്? ഓക്കെ, ഇനി അടുത്തത് പുള്ളിക്കാരി മറ്റേ മാജിക് മൂവ്മെന്റ് അടിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പുള്ളിക്കാരി അന്ന് ആ ഒരു വീഡിയോ വൈറലായതിനു ശേഷം പുള്ളിക്കാരി പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ വല്ലപ്പോഴും ഒക്കെ അടിക്കും, അല്ല നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല എന്നൊക്കെ പുള്ളിക്കാരി അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് പുള്ളിക്കാരി ഉറപ്പിച്ചു തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ കസിൻസിന്റെ കൂടെ ഇരുന്ന് അടിക്കും. കാരണം കോട്ടയത്തെ അച്ചായത്തി ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് എന്തൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് ഒരു സ്ത്രീ പറയുകയാണ് ഞാൻ അടിക്കും, ഞാൻ വെള്ളം അടിക്കും. അപ്പൊ ഇവരെ എങ്ങനെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കും? നിങ്ങൾ തന്നെ പറ. മദ്യത്തെ പ്രൊമോട്ട് ചെയ്യാണ്, മദ്യം കഴിക്കരുതെന്ന് എല്ലാവരും പറയുമ്പോൾ ഇവര് പ്രൊമോട്ട് ചെയ്യാണ്. എന്നിട്ട് പറയാണ് ഗവൺമെന്റ് കൊടുക്കുന്നതല്ലേ, പിന്നെ നമ്മൾ കുടിക്കരുതോ എന്നുള്ളൊരു കാര്യം പറയണേ. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൂടെ എന്ന്. അതാണ് ഇവരുടെയൊക്കെ ഒരു ഇത്. ഓക്കെ, എത്ര വീട്ടമ്മമാരാണെന്നറിയാമോ ഇതിന് എതിരെ സമരം ചെയ്യുന്നത്? കാരണം അവരെയൊക്കെ ഭർത്താക്കന്മാർ കുടിച്ചിട്ടൊക്കെ വീട്ടിൽ വിഷയമുണ്ടാകുന്നത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് വെള്ളത്തെക്കുറിച്ച് അല്ലെങ്കിൽ മദ്യത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കേട്ടു നോക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് വോഡ്കയാണ് എന്നുള്ളത്. അത് ശരിക്കും ചേച്ചി സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് തമാശ? ചേച്ചി ഇപ്പോഴും മദ്യപിക്കാറുണ്ട്? ഫാമിലിയുടെ കൂടെ? ഇപ്പോഴും മദ്യപിക്കാറുണ്ട്. കസിൻസിന്റെ കൂടെയാണ് മദ്യപിക്കുന്നത്. ഇപ്പോഴും കസിൻസുമാരാരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രമാത്രം കസിൻസ്. ഈ പറയുന്ന കസിൻസ് എന്ന് പറയുന്ന അവരൊക്കെ ആരാന്ന് ഒരു പിടുത്തവും ഇല്ല. ഇനിയായാലും ചേച്ചി അടുത്ത വീഡിയോയിലും ഞങ്ങൾക്ക് ആ കസിൻസിനെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഇത്രമാത്രം കസിൻസ്, ഈ കസിൻസിന്റെ കൂടെ അടിക്കാൻ മാത്രം നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ കുടുംബം എന്താണെന്നുള്ളത് എനിക്ക് ഞങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. അതെന്താണെന്ന് ഒന്ന് കാണിച്ചു തരണം, ആരൊക്കെയാണ് ഈ കസിൻസ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് പുള്ളിക്കാരിയുടെ മേക്കപ്പിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. ഞാൻ പണ്ട് തൊട്ടേ മേക്കപ്പ് ഇടുമായിരുന്നു. പക്ഷെങ്കിൽ അന്ന് ഈ മറ്റേ ഫ്ലവർ ചാനലിന്റെ പരിപാടിക്ക് പോയപ്പോൾ മേക്കപ്പ് ഇടാൻ ഞാൻ മറന്നുപോയി, സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എല്ലാ പ്രേക്ഷകരും പറഞ്ഞല്ലോ ഈ സുധി ഉള്ളപ്പോഴേ ഞാൻ മേക്കപ്പ് ചെയ്യുമെന്ന് രേണു പറഞ്ഞതിനെ പ്രേക്ഷകർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞു അതൊന്നുമല്ല, അന്നൊക്കെ കണ്ടോ ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞതിന് പുള്ളിക്കാരി ഇപ്പോ അതിനൊരു എക്സ്പ്ലനേഷനും കൊണ്ട് വരികയാണ്. സുധിച്ചേട്ടൻ ഉള്ളപ്പോഴേ ഞാൻ വലിയ മേക്കപ്പും പിന്നെ എന്താ പറയാ നിക്കറും ഒക്കെ ഇട്ടുകൊണ്ട് നടന്ന ആളാണെന്നാണ് പുള്ളിക്കാരിയുടെ വെപ്പ്. എന്നാൽ സത്യം ആർക്കറിയാം? മുമ്പ് കണ്ടിരുന്ന പ്രേക്ഷകർക്കറിയാം. അതിന് തെളിവായിരുന്നു ആ ഫ്ലവേഴ്സ് ചാനലിന്റെ ആ ഒരു വീഡിയോ. പക്ഷെ അതിനും പുള്ളിക്കാരിക്ക് ന്യായമുണ്ടെന്നേ. പുള്ളിക്കാരിക്ക് എല്ലാത്തിനും ന്യായമുണ്ട്. അത് കേട്ടു നോക്കൂ. കൊല്ലം സുധിരം ഫാമിലിയെ കാണണമെന്ന് പറഞ്ഞിങ്ങനെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം സ്റ്റാർ മാജിക്കില് ഡയറക്ടർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എനിക്കത് 3-4 വർഷം ബാക്കിലെ പടമാണ്. അപ്പൊ അന്ന് ചെന്നപ്പോഴത്തേന് ഞാൻ ഇതിന് മുന്നേ മേക്കപ്പ് ഒക്കെ ഇടുന്ന ഒരാളാണ്. പക്ഷെ അന്ന് ചെന്നപ്പോൾ എനിക്ക് എന്ത് സുഖമില്ലാത്ത ഞാൻ വലിയ മേക്കപ്പ് ഒന്നും അന്ന് ഇട്ടിട്ടില്ല. പക്ഷെ അതിപ്പം ഭയങ്കര ഒരു വിനയായി. അന്ന് മേക്കപ്പ് ഇടേണ്ടതായിരുന്നു, ഞാൻ ഇന്ന് ഇടുന്ന പോലെ. മനസ്സിലായോ? അപ്പൊ അത് വെച്ചിട്ട് ഇവൾ അന്ന് ഇങ്ങനെയായിരുന്നു, മേക്കപ്പ് ഇടത്തില്ല, അവൾ ഇപ്പൊ മേക്കപ്പ് ഇടുന്നുള്ള ഇതാണ് പിടികിട്ടിയോ? അന്ന് മേക്കപ്പ് ഇടേണ്ടിയായിരുന്നു, പക്ഷെ ഇടാൻ പറ്റിയില്ല എന്നാ പുള്ളിക്കാരി പറയുന്നത്. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഈ പറയുന്ന ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് വസ്തു മേടിക്കാൻ വന്ന ആ ഒരു വീഡിയോ കാണുമ്പോഴും നമുക്കറിയാം ഇവരെങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടതാ. പിന്നെ പോട്ടെ, കൊല്ലം സുധിയുടെ കൂടെ ഉള്ള വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടതാ ഇവരെങ്ങനെ ആയിരുന്നു എന്ന്. എന്നിട്ടാണ് ഇവർ പറയുന്നത്
അന്ന് മേക്കപ്പ് ഇടേണ്ടിയായിരുന്നു, ഞാൻ പണ്ട് മേക്കപ്പ് ഇടുമായിരുന്നു, നിക്കർ ഇടുമായിരുന്നു, പിന്നെന്താ പറയുക പാഷനായിട്ടുള്ള ഡ്രസ്സ് ഇടുമായിരുന്നു എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നത്. ഇത് പ്രേക്ഷകർ ചോദിക്കുന്നതിന് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. എന്നിട്ടും കുത്തിയിരുന്നിട്ട് ഇതുപോലെ അടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാ? ഇനി അടുത്തത് പുള്ളിക്കാരി പറയുന്നത്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോടാ, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കടാ ഞാൻ ആരാണെന്ന് എന്ന് തേമാവിൻ കുമ്പത്തിലെ ആ മറ്റേ പപ്പു പറഞ്ഞ ഡയലോഗുകളാണ് പുള്ളിക്കാരി ഇനിയും പറയാൻ പോകുന്നത്. പുള്ളിക്കാരിയെ കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, പറയട്ടെ. ഞാൻ ആരാണെന്ന് ചോദിച്ചവർക്കാണ്, ഇവൾ ആരാണ് ഇവർക്ക് മാനേജർ വെക്കാണെന്ന് ചോദിച്ചവരോടാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങളൊന്ന് രേണുസുധിന്ന് സെർച്ച് ചെയ്താൽ മതി, എൻ്റെ ബയോ ഒക്കെ വന്നു. അതെന്തിനാ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്യുന്നത്? പൊങ്കന്താനത്തുള്ളവർക്കൊക്കെ അറിയാം നിങ്ങൾ ആരാണെന്ന്. അത് പൊങ്കന്താനത്തുള്ള ജനങ്ങൾ പറയുന്നുമുണ്ട്. ഇനി പിന്നെ എന്തിനാ ഗൂഗിളിൽ പോയി നോക്കുന്നേ? പൊങ്കന്താനത്തെ ജനങ്ങൾ പറയുന്നതിൽ കൂടുതൽ എന്ത് വേണം ഗൂഗിളിന്? ഗൂഗിൾ പറയുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ പൊങ്കന്താനത്തെ ജനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇനി ഗൂഗിളിനോട് പറയാൻ എന്തിനാ ഗൂഗിളിനോട് പറയുന്നത്? നിങ്ങൾ മാനേജറൊക്കെ വെക്കുന്നേ. ഇവിടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും എല്ലാവർക്കും മാനേജറുണ്ട്. നിങ്ങൾക്ക് ഒരു മാനേജർ ഇല്ലെങ്കിൽ പിന്നെ അതൊരു ഒരു ഇതല്ലയോ? നിങ്ങൾ ബിഗ് ബോസ് എന്താ പറയുക, അവിടുത്തെ ഒരു വിന്നറാണ്. സത്യത്തിൽ നിങ്ങളാണ് വിന്നർ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു താരം തന്നെയാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതൊക്കെ ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മാനേജർ അത്യാവശ്യമാണ്. നിങ്ങൾ ആ മാനേജറിനെ വെച്ചത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എൻ്റെ ബയോ ഒക്കെ വന്നു, അപ്പം മനസ്സിലാവും എനിക്ക് മാനേജറെ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആ ചോദിച്ചവർക്ക് മനസ്സിലാവും. അല്ല, അങ്ങനെ അങ്ങോട്ട് അഹങ്കാരം ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ മാനേജറിനെ വെച്ചോ. പിന്നെ ഞാൻ ബിഗ് ബോസിന്റെ അങ്ങനെ ആയിരുന്നു, പിന്നെ ഞാൻ എങ്ങനെയാണ് സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് എനിക്ക് മാനേജർ വെച്ചുകൂടെ, അല്ല എനിക്ക് എന്താ വെച്ചാൽ എന്താ കുഴപ്പം എന്നൊന്നും പറയണ്ട. നിങ്ങൾ മാനേജറിനെ വെച്ചോ. കാരണം നിങ്ങളുടെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഒരു മാനേജർ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ഉദ്ഘാടനങ്ങളുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയാ, എല്ലാത്തിനെയും ഒന്ന് നിയന്ത്രിക്കാൻ ഒരാളുള്ളത് നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ ഓക്കെ. പിന്നെ അതിന്റെ കൂടെ ഒരു അഹങ്കാരം കൂടെ കയറ്റി വിടാതെ പറക്കണ്ട. അങ്ങ് ഉയരത്തിൽ പോയി പറഞ്ഞാലും താഴെ വന്നിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. അഹങ്കാരമൊക്കെ ആകാം, പക്ഷെ അതൊന്ന് ഓവറാക്കി കൊണ്ടുപോയി ചളവാക്കല്ലേ. ഓക്കെ, ഇനിയുമാണ് നിങ്ങൾ കേൾക്കണ്ടേ. വീടുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഓക്കെ, വീട് തന്നതിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് മീഡിയക്കാർ ചോദിക്കുന്നത്. അതിൽ സന്തോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം, ഇപ്പൊ തോന്നുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്ന ഈ തന്നവർക്കാണല്ലോ പ്രശ്നം. അതെ, വീട് തന്നവർക്കാണ് പ്രശ്നം എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. വീട് തന്നവർക്കായിരുന്നോ പ്രശ്നം? ഇവർക്കല്ലായിരുന്നോ പ്രശ്നം മൊത്തം? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇവർ ചെയ്യുന്ന കുറ്റം മൊത്തം അവരുടെ മണ്ടയ്ക്കോട്ട് അടിച്ചാൽ കയറ്റുക. ഇവരായിരുന്നു മീഡിയയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ബിഷപ്പിനെ നാറ്റിച്ചതും ഫിറോസിനെ നാറ്റിച്ചതും ഒക്കെ ഇവരാണ്, അല്ലാതെ അവരാണോ? അല്ല. പിന്നെ ഇവർ പറഞ്ഞു വെക്കുന്നത് കേട്ടോ നിങ്ങൾ. നമുക്കല്ല പ്രശ്നം, അവരുടെ മനസ്സുപോലെ ഇരിക്കും. നമ്മുടെ മനസ്സിലായ നമ്മുടെ എന്താ പറയാ, വാങ്ങണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സമയത്ത് സന്തോഷത്തോട്, നമ്മളൊരു സാധനം നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ഒരാൾ തരുമ്പോഴത്തേന് അന്ന് നമ്മൾ സന്തോഷത്തോടുകൂടി വാങ്ങിച്ചു. പിന്നീട് അതിനെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്നാ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എന്റെ വായന അത് വീഴേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആരാ കുറ്റം പറഞ്ഞത്? നിങ്ങളല്ലേ കുറ്റം പറഞ്ഞത്. സന്തോഷത്തോട് മേടിച്ചത് നിങ്ങളാണോ? സന്തോഷത്തോട് മേടിച്ച് അത് അനുഭവിക്കുന്നത് നിങ്ങളാണോ? കുറ്റം പറയുന്നത് നിങ്ങളല്ലേ. പിന്നെ നിങ്ങൾ ആരെ കുറിച്ച് ഈ പറയണത്? ഇപ്പൊ ഈ കുറ്റം മൊത്തം ആർക്കായി? വസ്തു കൊടുത്ത ബിഷപ്പിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വീട് വെച്ച് കൊടുക്കാൻ സഹായിച്ച ഈ ഫിറോസിനും ഒക്കെ. അവരൊക്കെയാണ് കുറ്റം പറഞ്ഞത് പോലും. ഇവരല്ലയോ കുറ്റമൊക്കെ പറഞ്ഞത്? എന്റെ പൊന്നടാവേ, എന്താണ് ഇവരെന്താണ് ഈ പറയുന്നത്? ഇവർ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ പറയുകയാണ്. ഇവരെ സ്നേഹിക്കുന്ന കുറെ ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ കുറെ PR ടീമുകളുണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ സത്യം എന്താണ്? സത്യം എന്താണെന്ന് ഇവിടുത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. നല്ലവരായിട്ടുള്ള ഇതൊക്കെ മനസ്സിലാകുന്ന, ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നേ? ഇതിങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, പിന്നെ അവരെ നാറ്റിക്കുന്ന രീതിയിൽ. ഇപ്പൊ ഇത് പുതുതായിട്ട് ഒരാൾ കേൾക്കുവാണെങ്കിൽ അവരെന്താ വിചാരിക്കുക? ഈ വീട് കൊടുത്തിട്ട് അവർ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലല്ലേ വരൂ, അല്ലേ? പക്ഷെ അതായിരുന്നോ സംഭവം? വസ്തു കൊടുത്തിട്ട് ഈ ബിഷപ്പ് കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ലേ വരൂ. പക്ഷെ അങ്ങനെ ആയിരുന്നോ സംഭവം? അല്ല, തിരിച്ചല്ലേ. ഇതാണ് പറയുന്നത്. ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം. ഇതുകൊണ്ടാണ് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സ്ഥലം മേടിച്ച് ചങ്ങനാശ്ശേരി തന്നെ സ്ഥലം മേടിച്ച് വീട് വെക്കുന്ന പറയണേ. അതൊന്ന് കേട്ടു നോക്കും. സ്ഥലം മേടിക്കണം കുറച്ച്. കോട്ടയത്ത് തന്നെ ആയിരിക്കും അതോ ചങ്ങനാശ്ശേരി ഭാഗത്ത് മേടിക്കണം, സ്ഥലം മേടിക്കണം. എന്തായാലും ചങ്ങനാശ്ശേരി തന്നെ പുള്ളിക്കാരി ഒരു സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരി പുതിയ കല്യാണം കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പുതിയ കല്യാണം കഴിക്കുമ്പോൾ പുള്ളിക്കാരി സുധി എന്നുള്ള ആ പേര്, ആ വാല് വെട്ടിക്കളയുമെന്നൊക്കെ പറയുന്നുമുണ്ട്. ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ, പുള്ളിക്കാരി കല്യാണമൊക്കെ കഴിച്ചോട്ടെ. പക്ഷെങ്കിൽ പുള്ളിക്കാരി ഈ ഇടയ്ക്കൊന്നും കല്യാണം കഴിക്കത്തില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ പുള്ളിക്കാരി 1.5 വർഷം സമയം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് തുക വരാൻ വേണ്ടി.
ആ ഇൻഷുറൻസ് തുക എന്ന് കിട്ടുന്നോ അന്ന് ഈ പുള്ളിക്കാരി കെട്ടുകയും ചെയ്യും. ആ പേരിന്റെ അവിടുന്ന് സുധി എന്നുള്ള ഒരു പേര് എടുത്ത് കളയുകയും ചെയ്യും. അല്ലെ, നിങ്ങൾ നോക്കി വെച്ചു, സുധി എന്ന് പറയുന്ന പേര് അതുവരെ ഇവർ കൊണ്ടു നടക്കും. ഇവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടി. അതാണ് ഇവരുടെ ഒരു ഇത്. പിന്നെ ഇവർ പറയുന്ന പോലെ മീഡിയക്കാരോട് അങ്ങോട്ട് പറയുകയാണ് 1, 2, 3 കല്യാണമാണ്, അങ്ങനെയാണല്ലോ പറച്ചിൽ എന്ന്. എന്നാൽ പൊതുവെ ഒരു കരക്കമ്പി വെച്ച് 4ാമത്തെ കല്യാണം എന്നാണ് പറച്ചില്. പക്ഷെ ഇവര് സമ്മതിക്കുന്നുണ്ട് അത് 3 ആണെന്നുള്ളത്. എന്തായാലും അതൊക്കെ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ പുറത്ത് വരട്ടെ. അതാണ് നമുക്കും പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം പ്രദേശങ്ങളും മസ്റ്റായ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും